ഹലോ ഹലോ കേക്കെ ഫ്രീ ആണോ? കേക്കെ പറ. ഞാന് കുറച്ച് ദിവസമായില്ല കേക്ക് കണ്ടിട്ട്. അല്ലേ അങ്ങോട്ട് വിളിച്ചാലേ നമ്മളൊക്കെ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇഷ്യൂ കേക്കെ അങ്ങനല്ല. ഞാന് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വരണം, അങ്ങനെയാണല്ലോ. അങ്ങനല്ല കേക്കെ, അങ്ങനെയാണോ ഞാൻ കേക്കെ കണ്ടിട്ടുള്ളത്? അങ്ങനെയാണല്ലോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കണേ. അങ്ങനെയല്ല കേക്കെ ഫോൺ എടുത്തിട്ട് ഒന്ന് നോക്കി എന്റെ എത്ര മിസ് കോൾ ഉണ്ടെന്ന്. ഞാൻ എന്നും നോക്കാറുണ്ട്, ഒരു മിസ് കോൾ ഞാൻ കണ്ടില്ല. കേക്കെ എന്റെ മിസ് കോൾ എത്ര നോക്കി നോക്കി. ഇന്നലെ എത്ര മണി വരെ ഉണ്ടായിരുന്നു കേക്കെ ഇവിടെ? 1 മണി വരെ. ഞാൻ 2:45 വരെ ഉണ്ടായിരുന്നു ഇന്നലെ ഇവിടെ. ഇന്നലെ നമ്മൾ ബാർ പരിപാടിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വന്ന് കേക്ക് വിളിച്ചത്. 2-3 വട്ടം വിളിച്ച് ഇന്നലെ ഒന്ന് കാണാൻ. പിന്നെ ഈ കഴിഞ്ഞ 7-ാം തീയതി അടുത്ത ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ ഫോൺ. 7-ാം തീയതി 9-ാം തീയതി രാത്രി 11:45 പിന്നെ 13. ഫോൺ റീചാർജ് ചെയ്യണം കേട്ടോ, അതിന്റെ ഔട്ട് ഗോയിങ് ഇല്ല തോന്നുന്നു. അതാ. ഇത് ശരിക്കും എന്റെ ഫോണിൽ ബാലൻസ് ഉണ്ട്. ആണോ? കേക്കൊക്കെ തോന്നുന്നുണ്ടോ ഇത്രയും കോടികൾ സിറ്റിയിലിട്ട് അമ്മാനമായി ആടി കളിക്കുന്ന എന്റെ കയ്യിൽ റീചാർജ് ചെയ്യാനുള്ള പൈസ ഇല്ലെന്ന്? ഇല്ല, എനിക്ക് തോന്നാനില്ല. അതാ ഞാൻ പറഞ്ഞേ, ഫോണൊക്കെ ഇന്നലെ ഞാൻ നിങ്ങളുടെ ഗോഡ് ഫാദറിന്റെ കോൾ കട്ട് ചെയ്ത് വിട്ടു, അറിയാം. യു മീൻ ജോക്കി? യെസ്, ജോക്കി ആക്ച്വലി ഒരു മെന്റൽ ഡിപ്രഷനിലാണ്. അതുകൊണ്ടായിരിക്കും ആരോട് സംസാരിക്കാറില്ല. പുള്ളിക്ക് ഭയങ്കര മാനസികമല്ല. അയ്യോ അങ്ങനെയല്ല, മാനസിക വിഷമം എന്ന് പറയൂലേ നമ്മൾ, ആ സാധനത്തിലാണ് പുള്ളി. അതായത് എലക്ഷൻ വരുമല്ലേ, അപ്പൊ പുള്ളിക്ക് ആദ്യം തൊട്ടേ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കേട്ടില്ല. കുടുംബത്തിൽ കയറി ഇനിയിപ്പോ കാര്യമില്ലല്ലോ. കുടുംബത്തിൽ കയറി മത്സരിക്കാൻ പറ്റൂലേ? കൊള്ളക്കാരെയും പിടിച്ച് കയറ്റുവോ, മേയറാക്കുവോ? എന്താ കേക്കെ നമ്മുടെ കുടുംബത്തിനെ പറ്റി അങ്ങനെ ഒരു വർത്താനം? അങ്ങനെയല്ല, പറയുമ്പോ അങ്ങനെയാണല്ലോ. കേക്കെ നമ്മളെന്ന് പറഞ്ഞാ ചന്ദ്രനുള്ള കുടുംബല്ലേ. ഈ മുതുക്കിലിറങ്ങി കേക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കിയ തക്കുടു വീട്ടിൽ ജോക്കി, തക്കുടു വീട്ടിൽ വാസ്തു, തക്കുടു വീട്ടിൽ ചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ. എല്ലാവർക്കും അത്രയും നല്ലൊരു ജോക്കി വാസൊക്കെ ഓക്കെ. ആ ലാസ്റ്റ് പറഞ്ഞ പേരുണ്ടല്ലോ, അത് ഒറ്റ പേര് മതി. അത് ഞാൻ ഞാൻ മറന്നു കളഞ്ഞേരെ. അങ്ങനെ ഒരു പേരില്ല, ചന്ദ്രന്റെ പേര് വിട്ടേ. അത് ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ആണല്ലേ? എന്നാലും നമ്മള് ഇത്രയും പേരുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മത്സരിക്കാന്ന് പറഞ്ഞാൽ ആൾക്കാർ കണ്ടുമുട്ടി വോട്ട് ചെയ്യൂലേ? അയ്യോ, പിന്നെ ജോക്കിന് നേരത്തെ 100% വിശ്വാസമാണ്, 100% ശുഭാപ്തി വിശ്വാസം പുള്ളി ജയിക്കും. പുള്ളി കുറെ കോണ്ടാക്ട് ഉണ്ട്, പക്ഷെ പുള്ളി കുടുംബത്തിൽ കയറിയ പിന്നെ പരിപാടി ഇല്ല. ഒരാളായിട്ട് കണ്ടാൻ വേണ്ടില്ല, ഭയങ്കര ജാടാന്നല്ലേ പറയുന്നത്. ആ കുടുംബത്തിൽ കയറുന്നതിന് മുമ്പ് പുള്ളി ഇവിടുത്തെ പിള്ളേരെല്ലാം ഈ അടിക്കും പിടിക്കും ഒക്കെ പൊക്കോണ്ടിരുന്നപ്പോ പുള്ളിക്കാരും സംസാരിക്കില്ലാത്തതുകൊണ്ടാണ് കേക്കെടുത്ത് വന്ന് സീരിയൽ കഥ പറഞ്ഞിരുന്നത്. എന്റെ അടുത്തല്ല, എന്റെ കാര്യം വിട്ടേക്കല്ലേ ഞാൻ പറഞ്ഞു. ആ സമയത്ത് പുള്ളി നാട്ടിലെല്ലാവരും തോളത്ത് കൈട്ടടക്കുകയല്ലേ. അപ്പൊ പിള്ളേര് ഏതാണോ ചന്ദ്രാന്ന് നോക്കിയ പുള്ളി വോട്ട് പോയില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ചിന്തിക്കണ്ടേ? എവിടെ ഉണ്ടാക്കിയത് കാണാൻ? ഞാൻ ഗ്യാങ്സിലുണ്ട്. സെമിത്തേരി വരുമോ? ഞാൻ ഒരു ഡൗട്ടായിട്ട് ചോദിച്ചോട്ടെ, വേറൊന്നും കേക്കായിട്ടുള്ള പരിചയത്തിന്റെ പുറത്ത് മാത്രമാണ്. കേക്ക് ഞാൻ നിങ്ങൾ ഒന്നാമത്തെ കാര്യം കറുപ്പ്, നിഴല്, മറ്റേ ബ്ലാക്ക്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ, പ്രേത, ശ്മശാനം, സെമിത്തേരി, ശവപ്പെട്ടി, എന്താ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ്? ആദ്യം വരാത്ത സ്ഥലല്ലേ സെമിത്തേരില്ല? അതാണ്. അവിടെയുള്ള പ്രേതങ്ങൾ മാത്രം അത് വിശ്വസിക്കാൻ പറ്റും, മനുഷ്യന്മാരെ വിശ്വസിക്കാൻ പറ്റാത്ത പുറകിൽ നിന്ന് കുത്തും. ഓ, പ്രേതം പിന്നെ നേരത്തെ ഇമെയിൽ അഡ്രസ് അയക്കുമല്ലോ, ഇന്ന് വരും വൈകുന്നേരം വരും എന്നൊക്കെ. കാണില്ലല്ലോ. കാണില്ലെന്ന് പറഞ്ഞാൽ ഓക്കെ. അങ്ങനെയാണെങ്കിൽ പണി നമുക്ക് മറ്റേ സാൻഡി ടു പാലല്ലേ, വലിയ പാലം, സുമതി വളവിന്റെ അടുത്ത് പാലില്ല. അല്ല, നമ്മൾ അന്ന് കണ്ട ഡാമിൽ കണ്ടാലോ? ഡാം ഒരു നല്ല എണ്ണമുള്ള സ്ഥലമാണ്. ഒറ്റക്കല്ലേ വരിക? എന്റെ കൂടെ മിസ്റ്റർ ചന്ദ്രബോസ് ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ? ആണല്ലേ? അവനെ കൊണ്ടുവരണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എന്താ അത് ഞങ്ങൾ തമ്മിലുള്ള പല കാര്യങ്ങളായിരിക്കും, എല്ലാം നിരടുത്ത് പറയണോ? ഞാനില്ലാതെ ഇവിടെ ഈച്ച പറക്കൂല. ഈ ചീപ്പ് പറക്കുന്ന ഈച്ചയൊക്കെ നീ നിന്റെ അടുത്ത് ചോദിച്ചിട്ടാണോ പറക്കുന്നത്? ഇവരൊക്കെ പറഞ്ഞായിരുന്നാ പറഞ്ഞോട്ടേത്?
അണ്ണനെ ഇടാമല്ലോ സപ്പോർട്ട് നമ്മളിപ്പോ സിറ്റിയിൽ അൺബീറ്റബിൾ ഗ്യാങ് എന്നുള്ള നിലയിൽ അണ്ണന്റെ കൂടെ അണ്ണൻ ലൈഫ് ത്രെട്ടനിങ് ദയവ് ചെയ്ത് വായിടത്തൊന്നും പറയല്ലേടാ, നാളെ പുഴുത്തിരിക്കേണ്ടി വരും. ഉള്ള കാര്യം ഞാൻ പറയാം, ഒന്നും എടുത്ത് പറയാം. കുഴപ്പമില്ലടാ, 10-15 സ്ത്രീകൾക്ക് നിൽക്കാണ്, നാളെ പുഴുത്താലും കുഴപ്പമില്ല. അയ്യേ പിന്നെ 15 സ്ത്രീക്ക് സിറ്റിയിൽ എത്ര ഗ്യാങ് നിന്നിട്ടുണ്ട് ഇങ്ങനെ. അണ്ണാ ശരിയാ, ഞാൻ ഒരു കാര്യം പറയട്ടെ, മലയാള ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ഇത്രയും സ്ട്രീക്ക് നിൽക്കണ ഫസ്റ്റ് ഗ്യാങ് നമ്മളാ. എന്റെ മുകളിലുള്ള വെക്കമുണ്ടാ? ഇല്ല ഇല്ല. അത് ഇങ്ങനത്തെ ഒരു ലോബിയിലല്ലേ? അതും കോൺകറർ ലോബിയില്. എന്നാ വരാൻ പറ, വെല്ലുവിളിക്കുന്നു. പുറത്തുനിന്ന് വരാൻ പറ, ഇന്റർനാഷണൽ ആൾക്കാര് വരട്ടെ വരട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ, തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും ഒക്കെ ആയിട്ട് എനിക്ക് എന്റെ ഒരു ഇതില് സോളി എന്ന് പറഞ്ഞ മറ്റവന്മാര് പിന്നെ അടിച്ച് പെരട്ടോല നമ്മൾ ഇവിടെ ഇട്ട് കവട്ടക്കുത്ത് തൊടുവോ നമ്മളെ തൊടുവോ പിടിക്കറക്കൂലണ്ണാ പിടിക്ക. ജോണോട് വരാൻ പറ, വരാൻ പറ. നമ്മളെ അണ്ണാ നമ്മളൊരു 30 മിസൈലാണ് നമ്മളിങ്ങനെ നിരത്തി വെച്ചേക്കണം. 30 മിസൈല് 30 ബാക്കിയോടെ പോയി. മതി. ഒരുപാട് ഹൈപ്പ് കൊടുത്തിട്ട് ചന്ദ്ര, ഞാൻ തത്സമയത്തിലൊന്ന് പറഞ്ഞേ ബ്രോ. ഇതുപോലെ തന്നെ ചന്ദ്രന്റെ POV അപ്പുറത്തുണ്ട്. കട്ട് ചെയ്യുമ്പോഴും അവിടെ പോയി കട്ട് ചെയ്യണം. അവിടെ ആകുമ്പോ അവന്റെ മുഖമൊക്കെ ആയിട്ട് ഫുൾ ഇതുണ്ട്, അത് കട്ട് ചെയ്തിട്ടേക്കേ. അല്ല, ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞേ. എന്താ പറഞ്ഞേ? അല്ല എടാ, ഞാൻ വേറൊരു കാര്യം പറഞ്ഞ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ KV എന്ന് പറയുന്നുണ്ടല്ലോ, അതില് എനിക്ക് ഞാൻ പറയാം, അതിലൊരു കുറ്റമായിട്ടോ മറ്റേ ഇതായിട്ടോ പറയാനല്ല കേട്ടാ. ഇത് ഞാനിപ്പോ കാസ്ട്രോ ഉണ്ടെങ്കിൽ പോലും ഞാൻ കാസ്ട്രോയുടെ മുന്നിൽ വെച്ച് പോലും പറയാൻ റെഡിയാണ്. KV നിന്നത് അതുപോലെ ഗ്യാങ് ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് അങ്ങനെ ഒരു ഗ്യാങ് നിർത്താന്ന് പറഞ്ഞാൽ അത് വലിയ പാടുള്ള കാര്യമാണ്. ശരിക്കും പറയാം KV ചെയ്തതുപോലെ ശരിയാ. ബട്ട് ഞാൻ വേറൊരു കാര്യം പറയാം, PvP അറ്റ് ഇറ്റ്സ് പീക്കിൽ നിൽക്കുന്ന ഒരു ടൈമാണ് ഇപ്പം. ആൻഡ് നമ്മുടെ സൗത്ത് സൈഡിലെ ടോപ്പ് ഗൺ പവർ ഉള്ള എല്ലാ ഗ്യാങ്സും കളിക്കുന്ന ഒരു സിറ്റിയാണ് ഇപ്പൊ കറന്റ് എക്സ്ലാൻഡിസ്. ആ സമയത്ത് ബോട്ട് ടീം ആയിരുന്നെന്ന് ഞാൻ പറയുന്നില്ല. KVക്കെതിരായിട്ട് ആ സമയത്ത് സിറ്റിയിൽ വേറെ, ആ സമയത്ത് നമ്മൾ KV അടിയായിരുന്നല്ലോ, വേറെ മെയിൻ സർവേഴ്സ് ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പം എല്ലാ വലിയ ലൈനപ്പുകൾ എല്ലാവരും കളിച്ചുകൊണ്ടിരുന്നത് ഈ അങ്ങനത്തെ ഓരോരോ നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന വേറെ സെർവറുകളിലും അങ്ങനെയായിരുന്നു. പക്ഷെ കറന്റ്ലി ഇപ്പം ടോപ്പ് ഗ്യാങ്സ് മൊത്തവും കളിക്കണ ഒരു ഇതിലാണ്, ഒരു സെർവറിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഈ PvPയിൽ ഈ ഒരു സ്ട്രീക്ക് ബിൽഡ് ചെയ്തത് എനിക്ക് ഞാൻ TV തോക്കത്തില്ലെന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. എടാ ഞാൻ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ തത്സമയത്തിലൊന്ന് സംസാരിക്കും, ഇപ്പൊ വരാം. TV തോക്കത്തില്ലെന്ന് ഞാനൊന്നും ഒരിക്കലും പറയത്തില്ല, തോക്കൊക്കെ ചെയ്യും. T47 എന്ത് അണ്ടിയാ ബ്രോ T47 എന്ന് പറയണേ? നമ്മൾ T47 എത്ര വട്ടം അടിച്ചിട്ടുണ്ടോന്ന് അറിയോ? അതിന് മുമ്പ് അത് കഴിഞ്ഞിട്ട് നമ്മളെ ഡൗൺ ടൈം ആയി വന്ന സമയത്ത് ഒരു വട്ടം അടിച്ചിട്ടാണോ? അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചടിക്കാൻ നേരം സാമാനം പൊക്കി അവന്മാരുടെ ഒന്ന് ലെഗസി നമ്മളോട് പറയല്ലേ ബ്രോ? അവന്മാരുടെ ലെഗസി നമ്മളോട് പറയല്ലേ? ദയവ് ചെയ്ത് അത് പറയല്ലേ. കണ്ടോണ്ടിരിക്കുന്നവർക്കറിയാം എത്ര വട്ടം TV സിറ്റുവേഷൻ എടുക്കാൻ പോയിട്ടുണ്ടെന്ന്. ആളില്ലാത്ത സമയത്ത് നേരെ വന്ന് രണ്ട് ഇതാക്കിയിട്ട് പോയെന്ന് പറഞ്ഞിട്ട് അവന്മാർക്ക് ലെഗസി ഉണ്ടാക്കി കൊടുക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല, മനസ്സിലായേ? അത് വിട്, അത് വെച്ചൊന്നും കമ്പയർ ചെയ്യല്ലേ. ആ തീട്ടങ്ങളെ ഒന്നും വെച്ച് ഞങ്ങളെ കമ്പയർ ചെയ്യരുത്, മനസ്സിലായേ? നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഒപ്പോസിഷൻ പറയാറുണ്ട്. ഇല്ല നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഒപ്പോസിഷൻ അല്ല, അത് വേറൊരു കാര്യം പറഞ്ഞാടാ. സ്റ്റേറ്റ്മെന്റിലാണ്, അത് റിയാലിറ്റിയാണ്. കേട്ടില്ല അത് റിയാലിറ്റിയാണ്. അതിന് മോളി ഒക്കെ വരത്തിലും ഇല്ല. അത് വേറെ വേറെ കാര്യം പറയാൻ വേണ്ടി വന്നു പറഞ്ഞു കഴിഞ്ഞാൽ 29 മിസൈൽ ഒരു ഏറ് പടക്കമാണ്. അത് പറഞ്ഞ നടപ്പേ ഏറ് പടക്കവൻ അതിനകത്ത് വാണക്കുറ്റി ഉണ്ട്, വാണക്കുറ്റി. അത് ചന്ദ്രൻ ഈ കോമഡി ഒരു വട്ടം പറഞ്ഞല്ലായിരുന്നോ? ഒരു മൈന്യൂട്ടായിട്ട് കേട്ടായിരുന്നു. ചന്ദ്രൻ നിലവാരമില്ല ഇപ്പത്തെ കോമഡിക്ക്, ചിരി വരുന്നില്ല സത്യം പറയാലോ. അതൊക്കെ അണ്ണന്റെ കോമഡി, ചിരിച്ച് ഞാൻ മരിക്കും. എന്റെ അണ്ണ ഏതണ്ണ കോമഡി. എന്തായാലും ഞാനൊരു കാര്യം പറഞ്ഞ, ഈ ആഴ്ച എന്തായാലും നീ സ്ലോട്ടിലില്ല. നിനക്ക് മുമ്പേ വന്ന ഒരുപാട് പേര് ഇവിടെ ആക്റ്റീവാ. തുറന്നങ്ങ് പറയാലോ, നീ അധികം ഒത്തിരി സോപ്പിടണ്ടേ. ഈ ആഴ്ച എന്തായാലും സ്ലോട്ടിൽ കയറ്റാൻ വേണ്ടി നല്ലല്ലോ. നമ്മളെല്ലാം ഗ്യാങ്ങിന് വേണ്ടി. നീ ഒരുപാട് മഴ പെയ്യിപ്പിക്കല്ലേ ചന്ദ്ര, ഒരുപാട്.
അന്ന് മഴയുടെ രാത്രി പറയടാ. ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? ഇൻസ്റ്റഗ്രാം ഇല്ലടാ. ആ ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിലേ ആ പുതിയ PvP പ്ലെയറുടെ കുറെ കുൽസിതങ്ങൾ കാണായിരുന്നു. ഇൻസ്റ്റഗ്രാം ഉണ്ടല്ലോ. അവിടെ വെച്ചേരാ. അണ്ണാ ഇതുവരെ നമ്മുടെ ഗ്യാങ്ങിൽ കയറിയത് വെച്ച് ഒരു വ്യത്യസ്ത ക്യാരക്ടർ ഉള്ള ആളാണ് അവൻ. അല്ല അതായത് ഇതാര്? സെറ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അവൻ നോക്കത്തുള്ളൂ. അവന്റെ ഇതെന്താ? അവന്റേത് HUH. അണ്ണാ എല്ലാം കഴിഞ്ഞ് എന്റെയും കൂടെ നോക്കണേ. വേറൊരാളും കൂടെ ഉണ്ടോ അതിനകത്ത്? എന്നാ ഒരു ഗ്യാങ് ഡ്രസ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയോ? ആ അണ്ണാ ഇനി എന്റെ അടുത്ത് നോക്കണ. ഇനി എന്റെ അടുത്ത് അണ്ണാ സെർച്ച് ബട്ടൺ നെക്കിയാ കാണും. എന്റെ പേരെന്താടാ? LX2. അണ്ണാ അതിലേ അക്കൗണ്ട് സെർച്ച് ചെയ്ത് ഈ ചെറുക്കനൊന്നും എന്റെ കൂടെ ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല ഇതുവരെ. ഈ അസഞ്ചിയൊന്നും എലിയൊക്കെ പോയി കെട്ടിപ്പിടിച്ചത് ഫോട്ടോ എടുത്തിരിക്കണ്. അണ്ണ എലിയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ അതിന്? അണ്ണാ ഇതും കൂടി അയ്യോ ഇതാർക്ക പോയാ ഒരാളെ ബോഡി നമ്മള് കണ്ടിട്ടുണ്ട്. എലിയൊക്കെ ആമ്പിള്ളേര് കൊണ്ടുപോയി. മറ്റേ ആൺകുരങ്ങനല്ലേ? അത് കുഴപ്പമില്ല, കൊണ്ടുപോകണം. അതാണ് ആൺപിള്ളേര്. അണ്ണ അങ്ങനെ പറഞ്ഞ ആശ്വസിച്ച കാറിലൊക്കെ ഒരു കണ്ണുണ്ട്. ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞ കാറിലൊക്കെ ഒരു കണ്ണുണ്ടെങ്കിൽ കാറിലൂടെ കണ്ണ് സാധനമല്ല മറ്റേ കൊച്ചു അടിച്ചു പൊട്ടിക്കും. മനസ്സിലായ? അണ്ണാ ഹിസ്റ്ററി റിപ്പീറ്റ് അടിക്കോ? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ ബോഡി എന്താ നിനക്കൊക്കെ? അണ്ണാ എലി കാറിനെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ചോദിച്ചു, ആ എലി സിംഗിൾ ആയോന്ന് അതിന്? അത് കാറിലൊക്കെ തന്നെ കിട്ടിക്കോളും. അണ്ണാ ഹിസ്റ്ററി റിപ്പീറ്റ് അടിക്കേ. നമുക്ക് എപ്പോഴും മാസം അടിക്കാൻ പഴയ കഥകളൊന്നും കാണൂല. ഹലോ, എവിടെ എത്തിയില്ലല്ലോ? അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. എവിടെ? ഡാമിന്റെ മോഡലാണോ അതേ മറ്റേ ചെടിക്കുണ്ടിലാണോ? ഓ എന്തൊരു സ്പീഡിൽ ഈ വണ്ടിയൊക്കെ പോകുന്നത്. ഞാൻ ആ ഡാമിന്റെ മുകളിൽ തന്നെ. പനിങ്ങിട്ടില്ലല്ലോ ഇവിടെ നിന്ന്. പിന്നെ ഞാൻ ഇറങ്ങി, ഓൾറെഡി ഇറങ്ങി. ഫോട്ടോക്ക് ലൊക്കേഷൻ ആക്കി. ഈ കൂട്ടത്തിൽ ആരെ കൊണ്ടുപോകും? കേക്ക് എടുത്തോട്ട് രായനെ വിളിക്കാം. രായൻ ഇവിടെ, രായനാണ് കുറച്ചെങ്കിലും ഒന്ന് വിശ്വസിക്കാൻ പറ്റുന്നേ. എടാ രായൻ എന്തിനാ? രായൻ അത് കേട്ടിട്ടില്ല സിറ്റിയില്. എടാ LX ഒന്ന് വന്നേടാ. മെറ്റ അടിക്കാൻ പോയി കുനിഞ്ഞിരിക്കും. എണ്ണിട്ട് വന്നേടാ. അടുത്ത ഫോട്ടോ ഇടാൻ പോയത്. നിന്റെ വണ്ടിയുണ്ടോ? എന്റെ വണ്ടി കിടിലം വണ്ടി. അതെ, കിടല വണ്ടിയല്ല എനിക്ക്. ഈ അപ്പി വണ്ടി വേണ്ട. എന്നെ മറ്റേ ഗരാജ് വരെ കൊണ്ടു. കേറി വണ്ടി ഇല്ല. ബാലിനെ ഇപ്പൊ കൊണ്ടുപോയി ശരിയാവത്തില്ല കേസ്. അതുകൊണ്ടാ. കാരണം ഞാൻ പുള്ളിയായിട്ട് കുറച്ച് ഡീൽസ് ഉണ്ടല്ലോ. അപ്പൊ ബാലിനെ ഇപ്പൊ കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. എടാ ഒരു നീ മറ്റേ രഘുരാവല്ലടാ. ഒരു സെക്കൻഡ് മിണ്ടായിരിക്കുമ്പോഴത്തേക്കും ചത്തു പോയതുപോലെ. ഹെൽത്തി. എടാ ആ ഗരാജിലൊന്നും വണ്ടി, അവിടെ ഗാരേജ് ഇല്ല. പോയി കളഞ്ഞ അതൊക്കെ കളഞ്ഞു. എടുത്തു മാറ്റിയാ? ഇതെന്ന് മാറ്റി? ഇത് ഇന്നലെ വരെ മുതുക്കി പോണം. ഈ സെർവർ ഇങ്ങനെ നാളെ വരുമ്പോ ഗ്യാങ് ഉണ്ടാവുന്നത് സംശയം. നമുക്ക് PD പോവാ, അതായിരിക്കും ബെറ്റർ. ഇവിടെ നിർത്തടാ. ഇവിടെ ഉണ്ടടാ. ഇത് റിപ്പയർ അല്ലേ? മുതുക്കില് അണ്ണാ മുതുക്കില് റിപ്പയർ വണ്ടി എടുക്കുമ്പോ ഇമ്പോണ്ടി പോകും. ഈ എച്ചിയുടെ ഒക്കെ തല കണ്ട ഒരു വഴിക്ക് പോടാ. ഡിലേ ആക്കാതെ റിപ്പയർ ചെയ്യാതെ മുതുക്കി പോടാ. അണ്ണ റിപ്പയർ എന്ന് പറഞ്ഞ അണ്ണ വണ്ടി എടുക്കാനല്ലേ മുതുക്കില്? റിപ്പയറിൽ ആരെങ്കിലും വണ്ടി എടുക്കുവോ? അല്ല മുതുക്കില് വണ്ടി എടുക്കാനല്ലേ? അണ്ണ വണ്ടി ഇമ്പോണ്ടി പോകും മുതുക്കിന്ന് എടുക്കുമ്പോ. അതെങ്ങനെ? അതൊരു ബഗ്. അതല്ലേ ഞാൻ പറഞ്ഞത്. നേരെ പീഡിയിൽ ഇമ്പോണ്ട് ഉണ്ട്, ഗാരേജും ഉണ്ട്.
ഇമ്പോർട്ടിൽ പോയാൽ നേരെ അതിൽ പോകാം. അണ്ണൻ ട്രൈ ആക്കി നോക്ക്, ചിലപ്പോ കിട്ടും. നോക്കി നോക്ക്. അല്ല വേണ്ട വേണ്ട, അവിടെ നിന്ന് എടുക്കാം, അവിടെ നിന്ന് എടുക്കാം. അല്ല ട്രൈ ആക്കാം. മച്ചാന്റെ പേരെന്താ? എന്റെ പേര് ഷിബു. മൈക്ക്. എന്റെ പേര് ഷിബു. മൈക്ക് എന്ത് ചെയ്യുന്നു സിറ്റിയില്? എന്ത് ചെയ്യണം? നമ്മളിന്ന് തേരാപ്പാര നടക്കണോ? This vehicle has been impounded. അതാണ് ഞാനും പറഞ്ഞത്. അണ്ണ ഇതിപ്പോ അണ്ണനാണ് രഗിലാവുന്നത്. എടാ ഇത് എടുക്കാൻ എന്താടാ ചെയ്യുന്നേ? അല്ല ഒരു കാര്യം ചെയ്യ്. പ്രൗഡി വേണ്ട. ഞാൻ ഈ വണ്ടി എന്റെ ബുദ്ധിയില്ലാത്തവനെയൊക്കെ കൊണ്ടു നടക്കാൻ കാര്യം. ഹലോ വെഹിക്കിൾ ഇമ്പോണ്ട് വരെ ഒന്നാക്കി തരുമോ? ഞാൻ വേറൊരു വഴിക്ക് അർജന്റായിട്ട് പോകാൻ ഇറങ്ങി നിൽക്കുവായിരുന്നേ. ഓക്കെ കുഴപ്പമില്ല. ഓക്കെ അതെ അണ്ണന്റെ വലിയ ഫാന്. ഇവിടെ വന്നത് കാണാനാ. ഞാനിവിടെ ഒരു വലിയ പ്രോസസ്സിലായിരുന്നു, അതുകൊണ്ടാണ് മിണ്ടായിരുന്നത്. പേരെന്താണ്? സാവിയോ സൽട്ടോ. സാവിയോ. ഹായ് സാവിയോ, പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വന്ന് പരിചയപ്പെട്ടോളൂ. കുഴപ്പമില്ല. ഓക്കെ സാവിയോ, പറ ചന്ദ്രബോസ്. എടാ ഞാൻ ഒരാളെ കാണാൻ വേണ്ടി അർജന്റായിട്ട് ഒരു വഴിക്ക് വരെ വന്നതാണ്. ആണല്ലേ? ആ അങ്ങനെ കാണിക്കണോ? നമ്മളൊക്കെ ഇവിടെ താണങ്ങളെ തെളിഞ്ഞിരിക്കുമ്പോ അണ്ണ ഞങ്ങളെ വിളിക്കാൻ പോയല്ലേ? അതെന്താ നീ ആണാണെന്ന് വിചാരിച്ച് ഞാൻ പോകുന്നിടത്തെല്ലാം നിന്നെ കൊണ്ടുപോകണോ? എന്നാ അണ്ണന്റെ പ്രൊട്ടക്ഷൻ കാര്യം പറഞ്ഞില്ലേ? നീ നിന്റെ പെണ്ണുമ്പുഴയുടെ കൊച്ചിനെ കൂടെ പോകുന്ന സമയത്ത് ഞാനാണെന്ന് പറഞ്ഞ് നീ എന്നെ കൊണ്ടുപോയിട്ടുണ്ടോ? തല്ലിക്കൊന്നും നടത്തില്ലല്ലോ അണ്ണനെ. അതൊരു അപ്പൊ എനിക്ക് വേറെ കുറച്ച് എനിക്ക് എന്റേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളില്ലേ ആ ശരി അണ്ണ. ബ്രോ. ഞാൻ ഇവിടുത്തെ ഒരു OG ഗാങ്സ്റ്റർ ആണ്. എന്റെ അടുത്ത് ഒരുപാട് പെമ്പിള്ളേർക്ക് ക്രഷ് ഉണ്ട്, മനസ്സിലായോ? അവരൊക്കെ എന്നെ മീറ്റ് ചെയ്യാൻ വിളിക്കുമ്പോ എനിക്ക് പേഴ്സണലി പോയേ പറ്റുള്ളൂ. മണ്ണെണ്ണ തീർന്ന വിളക്കൊക്കെ കത്തിക്കാറായോ അണ്ണ? എന്തായാലും തിരിച്ചു പറയണ. പറഞ്ഞോ. മണ്ണെണ്ണ തീർന്ന വിളക്ക് കത്തിക്ക എത്ര പേരാ? അല്ല ഞാനൊരു കാര്യം പറയട്ടെ, നീ ഒരു കോമഡി ഒരു വട്ടം പറയുമ്പോ ആൾക്കാർ ചിരിക്കുന്നത് വരെ അതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞോണ്ടിരിക്കും. റേഡിയോയിൽ ആരും ചിരിക്കാത്തതാണോ ഒന്നുകൂടെ പറഞ്ഞത്? ഫേമസ് ആയവനല്ലേ ചോദിക്കും. എന്തോ കേട്ടില്ല. പണ്ട് വാണം വിട്ടതിന് ഫേമസ് ആയവനല്ലേ ചോദിക്കും. എടാ നിനക്കൊക്കെ അപ്പൊ ചന്ദ്രബോസിനെ ഇങ്ങനെയാണ് നീ നമ്മുടെ ഗ്യാങ്ങിന്റെ അണ്ണന് വേണ്ടി എന്തിനു പറയണ്ടത്? അത്രന് വേണ്ടി നീ അവരെ തല്ലി പറയാ മതി. അല്ലല്ല അണ്ണൻ പറയണമെന്ന് പറഞ്ഞേ, ഞാൻ പറയല്ലോ. അത് കൊള്ളാല്ലേ? അടുത്തോട്ട് ഇപ്പൊ ആലോചിച്ചിട്ട് പറയാമെന്ന് പറയും. ഇപ്പൊ കൗണ്ടർ അടിച്ച ആലോചിച്ചിട്ട് പറയാമെന്ന് പറയും കേട്ടാ. അത് വേണ്ട. കുറച്ച് അടുത്ത എന്തേലും കൊണ്ടുവരും. അവനല്ലേ നമ്മുടെ പറമ്പിലെ കോഴിയല്ലേ, എപ്പോ വേണേ പിടിക്കാം. ഹലോ, ബിസിയാണ് ബ്രോ, ബിസിയാണ്. ടോൺ കേട്ടാ അറിയാം. ഫുഡ് കഴിച്ചോന്നൊക്കെ ഒരു ബ്രോ വിളിച്ചത് എന്റെ അടുത്ത് ചോദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കാടാ അലക്സേ. അതിന്റെ ശരിക്കുള്ള ബ്രോ ഹിസ്റ്റർ ബ്രോ വിളിച്ചിട്ട് ഫുഡ് അല്ലേ? ഹെസ്റ്റർ ആണാണോ പെണ്ണാണോ? പെണ്ണ്. പക്ഷെ എന്റെ ബ്രോയാ. അങ്ങനെ അണ്ണൻ എന്റെ ഇൻസ്റ്റ മാത്രം നോക്കി. അണ്ണ ഒരു കിടിലം വണ്ടി. അതാണോ ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞത്? അത് പുള്ളി മാറി നിന്നോളൂ. പിള്ളേര് ലിങ്ക് വെച്ചെന്ന് പോണം അർജന്റ്. എന്ത് അവര് സെറ്റാക്കി BM-ന്റെ. അർജന്റ് ഇപ്പൊ തന്നെ പോണം. അയ്യോ അവന്റെ കൂടെ പെങ്കൊച്ചിനെ നിർത്താൻ പറ്റൂല. കുഴപ്പമില്ല. എന്താണോ ചന്ദ്രബോസേ? വയലിന്റെ ആവല്ലേ. കേക്ക് ഒരു മിനിറ്റിലുണ്ട് കാര്യം പറഞ്ഞിട്ടേ.
വാസു യെസ് ടെൽ മീ കേക്കെ. എന്താണ് വാസു വിളിച്ചത്? കിട്ടുന്നില്ല, കാണുന്നില്ല, പറയാനുള്ളൂ. കേക്കെ മൊത്തത്തിൽ കുറെ പ്രശ്നങ്ങളിലായിരുന്നു കേക്കെ. ആ വണ്ടി ഫോളോ ചെയ്യുന്ന വാസു ആര്? ഡോണ്ട് ഫോളോ LX2. വണ്ടി ഒന്ന് മാറ്റി കൊടുക്കണേ. എടാ ഞാനൊരു ഇന്റിമേറ്റ് മീറ്റിംഗിലാണ്, ഇപ്പൊ വരാം. അല്ലല്ല വേറെ ഗാങ്ങിന്റെ കാര്യം. എടാ നീല ഞാൻ അങ്ങോട്ട് വന്നിട്ട് ബാക്കി വെയിറ്റ് ചെയ്യ്. ചേട്ടന്റെ കൂടെ ചുമ്മാ കേക്കെ ഇവിടെ ഇറങ്ങണോ? എങ്ങനെയാണ്? വാസുവിനെ കുറിച്ച് ഭയങ്കര പരാതി. വാസു എന്താണ്? വാസു വിളിച്ചിട്ട് എടുക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അവന്റെ ബുദ്ധി കണ്ടോ? അവിടെ പോയിട്ട് ഫോണിൽ സൂം ചെയ്തിട്ടുണ്ടോ? കുടുംബത്തിലെ എടാ ബുദ്ധി ഇല്ലാത്ത തവളപ്രക്കാടി, അങ്ങേർക്ക് ഇവിടെ നിന്ന് ഇങ്ങേർക്ക് കാക്കയുടെ കണ്ണെന്തോആണ്, ഇങ്ങേർക്ക് ഇവിടെ നിന്ന് കാണാം നീ അവിടെ ഇരുന്ന് ഫോൺ സൂം ചെയ്യുന്നത്. ഞാൻ വെറ്റടിച്ചോളാം. എന്തൊരു അനുസരണ. ആ പറ കേക്കെ, എല്ലാം ഡീൽ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ചെയ്തോ? ഓക്കെ. കേക്കെ ഞാൻ ഗ്യാങ്ങിന്റെ കുറച്ച് തിരക്കുകളിലായതുകൊണ്ടാണ് കേക്കെ വന്ന് കാണാൻ പറ്റാഞ്ഞത്, ഇതാക്കാൻ പറ്റാത്തത് വായിപ്പോയത്, മനസ്സിലായ? വേറെ ഒന്നും കൊണ്ടല്ല. ഒരു മിനിറ്റ്. അതെ, ഹലോ 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 കേക്കാം. എന്താ? ആ കേക്കെ പറ കേക്കെ 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 കേക്കാണ്ടോ? കേക്കാം, പറ കേക്കെ. വാസു കുറച്ചുകൂടി പരാതി പറഞ്ഞു. വാസു വിളിച്ചിട്ട് മിണ്ടുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ആര് എന്താ അതൊക്കെ ഭയങ്കര മോശമല്ലേ വാസു? ആര് വിളിച്ചു പറഞ്ഞു അങ്ങനെ ഒരു പരാതി? വേറൊരു മണ്ടിപ്പണ്ണ വണ്ടിയും കൊണ്ട് പോകുന്നത്. അതിന് പരിചയപ്പെട്ടുണ്ടോ? ഡുണ്ടുവിനെ പരിചയപ്പെട്ടുണ്ടോ? ഇല്ല. എപ്പ വന്നാലും ഏതെങ്കിലും പെമ്പിളാരുണ്ടാവും കൂടല്ലേ? ഓ അത് ലൂസി പെണ്ണ അനീതി. വണ്ടി പോണ്ട വെള്ളത്തിൽ കളയും. KK ഫയൽസ് എന്ന് ഇറങ്ങുമെന്ന് ഞാനിങ്ങനെ നോക്കിയിരിക്കണം കേട്ടാ. എന്റെ ഫയൽ ഇറങ്ങും തോന്നുന്നുണ്ട്. എന്റെ മോളെ ആ വണ്ടി താഴെക്കിറക്കിട്ട് കൊണ്ടുപോകും, വെള്ളത്തിൽ കളയണ്ട. ആ പെണ്ണതുകൊണ്ട് വെള്ളത്തിലിട്ട്. ഇല്ല സർഗയുടെ ഗേൾഫ്രണ്ട്, ഇതാണ് സർഗയുടെ ഗേൾഫ്രണ്ട്. എന്നിട്ട് ഇറങ്ങാം. ആ ശരിയല്ലേ ഡുണ്ടു. ഇത് നിങ്ങളുടെ കുടുംബത്തിലെ SRKയുടെ ഫ്രണ്ട്. അതായിരുന്നല്ലേ. ഹായ്. ആ ഫ്രണ്ടിനെ അറിയൂ? അറിയാം അറിയാം അറിയാം. ഹലോ ഹലോ ദർശനല്ലേ ഇത്? അതെ. ഹായ് ദർശന. എന്നിട്ട് മനസ്സിലായില്ലല്ലേ? പിന്നെ മനസ്സിലാവാതിരിക്കോ? എവിടെ ചെന്നാലും അറിയാലോ. ഇതെന്താ കാണുന്നില്ല? ചെരുപ്പൂരിടണോ? ചെരുപ്പൂരിട്ടിട്ടുണ്ടാ? കാണുന്നുണ്ട്. ഞാനും ഇടുന്നു. കാണുന്നുണ്ട്. വെയിറ്റാക്ക്. അനുഗ്രഹം എടുക്കുന്നതായിരിക്കും, വലിയ പുള്ളിയല്ലേ? അയ്യേ വേണ്ട. അത് അങ്ങനെ ഒരു വർത്താനം കുട്ടി. അല്ല ഞാൻ ഉദ്ദേശിച്ചത് അനുഗ്രഹം അത് കല്യാണം കഴിഞ്ഞിട്ടാവാൻ സാറിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും തല്ലിക്കൊന്ന പിന്നെ മൂളുക്കാരാ? ഓ അങ്ങനെ ഞാനൊരു ഇൻസൾട്ട് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അയ്യോ ഒരിക്കലല്ല. അങ്ങനെ നിങ്ങളെ കാര്യം ഇൻസൾട്ട് ചെയ്യാ വാസു? എന്താ വാസു ഇതെനിക്കൊരു ഇൻസൾട്ട് ആയി പോയി കേട്ടോ. എന്നോട് ഭയങ്കര ഞാൻ നോക്കി മുതുക്കിരുന്ന് ഭയങ്കര കരച്ചില്. വാസവണ്ണം ഗ്യാങ്ങിന്റെ കാര്യം നോക്കിയാ പോരാ, എടുക്കുന്നില്ല, മൈൻഡ് കൃഷ്ണൻകുട്ടി. അത് ഗ്യാങ്ങിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് തിരക്കിലായി പോയതുകൊണ്ടാണ്. നമുക്ക് വേണ്ടിയുള്ള പെമ്പിളർക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റിവെക്കണ്ടേ? നമുക്ക് വേണ്ടിയുള്ള പെമ്പിള്ളാരും അതെന്താ കേക്ക് അങ്ങനെ ഒരു പ്രയോഗം? പെങ്കൊച്ച് നമുക്കെന്ന് വെച്ചാല് ഇപ്പൊ എനിക്ക് വേണ്ടി പറയാൻ പറ്റില്ലല്ലോ. കേക്കെ അത് ഞാൻ ഓൾറെഡി ഈ ദർശനയുടെ അടുത്ത് ഞാൻ ഓൾറെഡി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ അവൈലബിലിറ്റി ഭയങ്കര ശോകമായിരിക്കും. കാരണം കേക്കയ്ക്ക് പോലും കേക്ക് തന്നെ പറഞ്ഞില്ലേ എത്ര നാളായി കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ആ കാര്യം കണ്ട ഇച്ചിരി കുറവുള്ള വെച്ചാ ഞാനും ദർശവും ജാഞ്ചികറ. ഇതൊക്കെ ഏത് യൂണിവേഴ്സാ?
അതെ പറ, 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 പറ. അത് കാര്യം കണ്ടോ അത് ഇച്ചിരി അത് കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. ഞാൻ ഓൾറെഡി ദർശനയുടെ അടുത്ത് വേറെ പറഞ്ഞായിരുന്നു, ഷോ- ഞാൻ ഗ്യാങ്ങിന്റെ കാര്യങ്ങൾക്ക് ബിസിയും തിരക്കും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ കാണാനും സംസാരിക്കാനും ഒന്നും പറ്റൂല എന്നുള്ളൊരു രീതിയിൽ ഞാൻ പറഞ്ഞായിരുന്നേ. ഓക്കെ 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 അത് എന്നാലും- ദർശനക്ക് ഓൾറെഡി അറിയാം, ദർശനം അറിയാവുന്നതല്ലേ? ആണോ ആണോ ദർശനം എനിക്ക് പറയണം. അണ്ണം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആ. ഉം. ഇതിനിടയ്ക്ക് ഞാൻ വിളിച്ച മാത്രമല്ലേ ചായ കുടിക്കാൻ പോയെന്ന് കേട്ടു. ആ അതന്നെ ചായ കുടിക്കാൻ പോയെന്ന് കേട്ടു ആരുടെ കൂടെ. ചായ കുടിക്കാനാ? സ- സ- കേട്ടില്ല, അറിഞ്ഞു. ചായ കുടിക്കാനാ? ഞാനാ? ടീ- ടീ ഡേറ്റ്. കുട്ടി, എനിക്ക് ചായ അലർജിയാണ്. എന്റെ ബ്ലഡ് ടെസ്റ്റ് ഞാൻ കാണിച്ചു തരാം. എന്റെ ചായ എനിക്ക് അലർജിയാണ്, മനസ്സിലായ? കോയിക്കഫേല് അണ്ണനെ അണ്ണൻ കോഴി കപ്പയിൽ ഞാൻ പോയിട്ടില്ല. ഞങ്ങളുടെ ദർശനം നന്നായിട്ട് ചായ ഉണ്ടാക്കും. വേണമെങ്കിൽ ഓളെ കെട്ടിയിട്ട് ഓൾറെഡി വാങ്ങി കുടിച്ചോ. അത് എനിക്ക് ചായ അലർജിയാ കുട്ടി. അതെന്താ എന്നാ പാലോളം കുടിക്കാൻ പോയതായിരിക്കും. അല്ല, എനിക്ക് ചായ പണ്ടോട്ടേ അലർജിയാണ്. ഞാൻ ചായ കുടിക്കാറില്ല. ഓ, എന്നാ പാൽ ചായ ഉണ്ടാക്കി അല്ല, പാൽ ചായ കുടിക്കാറില്ല, ഒരു ചായ കുടിക്കാറില്ല. പാൽ ചായ മറ്റേത് കട്ടൻ ചായ. അതെ, വെള്ളമെങ്കിലും കുടിക്കോ? വെള്ളം കുടിക്കും. വേറെ തോട്ടിൽ വെള്ളം പാരി കുടിക്കാൻ പറ്റത്തില്ലല്ലോ. വീട്ടിൽ കുപ്പിയിൽ ബോട്ടിലുണ്ട്, ദാ ഇതുപോലത്തെ വെള്ളങ്ങൾ, സ്മൂത്തീസ് ഒക്കെ കുടിക്കാറുണ്ട്. എനിക്ക് ഭാഗ്യ ചെലവ് കുറഞ്ഞു. ഞാൻ വെള്ളം കാര്യം- കുടിച്ചോ. എന്റെ ചായയും പൊന്നു കാപ്പിയും ടുണ്ടൂസേ. കൂടെ ആവശ്യമില്ല. ഉണ്ട് നമ്മളിവിടെ ചായ തിന്നാൻ വന്നല്ലോ ഉണ്ട്. ഞമ്മ വീണാവുന്നു. എടാ കൃഷ്ണൻകുട്ടി, നിങ്ങൾ ആരുടെ കൂടെ എന്താ കേക്ക്? ഏതോ പെങ്കൊച്ചിനെ കൂട്ടി കഴിക്കാൻ- ഈ ഫോൺ തിരക്കിനിടയ്ക്ക് ഏതോ പെങ്കൊച്ചിനെ കൂട്ടി കഴിക്കാൻ പോകുന്നത് കേട്ടു. അങ്ങനെ ഒരു സംഭവത്തിന് ഞാൻ പോയിട്ടില്ല കേക്ക്. അങ്ങനെ ഒരു തെളിവായിട്ട് ആരെങ്കിലും വന്നാ ബാക്കി അന്നേരം ഞാൻ പറയാം. തെളിവായിട്ട് വരട്ടെ. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് എന്നെ കണ്ടിട്ടുണ്ടെന്ന് ആരെങ്കിലും പറയട്ടെ. ഡൗട്ട് പറയട്ടെ. ആ, പറഞ്ഞു. അങ്ങനെയാണ് ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ അങ്ങനെ വിശ്വസിക്കാൻ പാടുണ്ടോ? കുട്ടി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ദർശന മമ്മൂട്ടിയെ എത്രയോ പേർക്ക് ഇഷ്ടമാണ് എന്ന് കരുതി ബാക്കി മമ്മൂട്ടിക്ക് ഇവരെല്ലാം ഇഷ്ടമാണോ? അങ്ങനല്ല. അപ്പൊ വെറുതെ ചുമ്മാ എന്റെ കൂടെ വന്നു, എന്റെ കൂടെ ഡേറ്റിന് വന്നു എന്നൊക്കെ ക്രെഡിറ്റിന് വേണ്ടി ചിലപ്പോ പറഞ്ഞായിരിക്കാം. എനിക്ക് അറിഞ്ഞുകൂടാ അതിനെ പറ്റി. വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാലോ. മമ്മൂട്ടിക്ക് ഒരാളെ മാത്രം കെട്ടിയിട്ട് ബാക്കിയുള്ളവരെയൊക്കെ അവിഹിതം വെക്കാലോ. മമ്മൂട്ടി ആ ഒരു ലെവലിലേക്ക് തരുന്നതാണല്ലോ എപ്പോഴും, മനസ്സിലായ? മമ്മൂട്ടിക്ക് എപ്പോഴും ഒരു ലെവലുണ്ട്. അപ്പൊ അറിയാം. അറിയാം. അപ്പൊ മമ്മൂട്ടി വരെ പോണായിരുന്നു എന്ന് ഇങ്ങനെ വെച്ചേ. പറഞ്ഞോണ്ട് നടക്കില്ലല്ലോ. ഇവളെ ഞാൻ എന്റെ കുടുംബത്ത് കയറ്റൂല. അവന് ഇതിനോളം കേക്കേ, ഞാൻ എന്റെ തിരക്കുകളെ പറ്റി പറയാറുണ്ടായിരുന്നു കേൾക്കരുത്. അത് ദർശന കേക്ക് രണ്ടുപേരുടെ ഇന്ന് നമ്മുടെ ബ്ലാക്ക് മാഫിയയുടെ ഒരു വലിയ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോ എന്നെ അതിൽ വിളിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞ ഓടി വന്നത്. ഇനിയും ഞാൻ ചെന്നില്ലെങ്കിൽ എന്നെ അതെ ചന്ദ്രൻ പിണങ്ങും. എന്തോ ഞങ്ങളെന്ന് വിളിക്കുന്നില്ലേ? ഞാനല്ലല്ലോ ബ്ലാക്ക് മാഫിയുടെ ആളാണ്, അവര് വിളിക്കണ്ടേ? എന്നെ ഒരു കല്യാണത്തിന് വിളിച്ചു, ഞാൻ അതിന് പോകുന്നുണ്ടെന്ന് വിചാരിച്ച് കുട്ടിയെ കൊണ്ട് എനിക്ക് കല്യാണത്തിന് പോകാൻ പറ്റുമോ? നിങ്ങള് പോണ്ട, സ്ഥലം പറഞ്ഞാ മതി, ഞങ്ങള് പോയിക്കോളാം. ഒരു മിനിറ്റ്. കല്യാണത്തിന് ബ്ലാക്ക് മാഫിയുടെ പരിപാടി എവിടെ വെച്ചാ നടക്കണേ? അത് എവിടെയായിട്ടായിരിക്കും? അല്ല, ഇവിടുന്ന് അതും 2 ലോക. അല്ല, എന്നാലും മാപ്പിൽ ഏകദേശം എവിടെയായിരിക്കും? മാപ്പില് നടുക്കായിട്ട് വരും. എവിടെ മാപ്പിന്റെ നടുക്കായിട്ട് ഏകദേശം ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ്. വരട്ടെ വണ്ടി കൊണ്ട് വരട്ടെ. ഞാൻ പറഞ്ഞോ മീറ്റിങ്ങിന് 5020 5020 കറക്റ്റ് 11:20 ആകുമ്പോ തുടങ്ങും. ഓക്കെ, അവിടെ വെച്ച് കാണാം ദർശന. ഞാൻ വരാം, ഉറപ്പായിട്ട് വരാം. ഞാൻ ഇപ്പൊ പോയില്ലെങ്കിൽ ചന്ദ്രൻ പ്രശ്നമാക്കും. വണ്ടി കയറി ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ എന്നാ പോയിട്ട് പിന്നെ വരാം ദർശന. 2 വാക്കായി പോട്ടെ.
ഓക്കെ ബൈ ബൈ. എന്തായിരുന്നു പേര് പറഞ്ഞത്? ഡുണ്ടു അല്ലേ? വല്ലാത്ത വാക്കായി പോയി. പറഞ്ഞു ഡുണ്ടു കാണാൻ ഡുണ്ടു. കേക്കെ പോയിട്ട് വരാം. അങ്ങനെ പോകുന്നു. വണ്ടി ഉണ്ടല്ലോ നമ്മളെ. എടാ വണ്ടിയും കൊണ്ട് പോയോടാ നീ LX2. ഞാൻ മേളിലുണ്ട്. എവിടെ? വാ പോയിട്ട് വരാം ദർശന, പോയിട്ട് വരാം. കേക്കെ പോയിട്ട് വരാം. പോയിട്ട് വരാൻ കേട്ടുണ്ടു. വണ്ടി എടുത്തേ എനിക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെടാ. ഈ കൃഷ്ണൻകുട്ടിയല്ലേ, ഈ കൃഷ്ണൻകുട്ടിയുടെ കറുത്ത ഉളുപ്പും കറുത്ത വണ്ടിയും മറ്റേ കളസവും വള്ളി നിക്കറും എല്ലാം കൂടെ ഞാൻ ഒരു ദിവസം കത്തിക്കും. ഈ ഇല്ലീഗൽ സൈഡ് നോക്കിയാ പോരെ. എന്റെ ഇല്ലീഗലിലോട്ട് കയറി കളിക്കണേ എന്തിനാണ്? അതാണ് എന്റെ ചോദ്യം. ഇല്ലീഗലിലോട്ടൊക്കെ കയറി കളി തുടങ്ങി. ഗ്യാങ്ങിന്റെ കാര്യം പറയാനാണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തിയിട്ട് 24 മണിക്കൂർ ഇടവും വലവും. സത്യം ആരെയും ഒക്കെ കാണും.